ഹായ് എന്നുണ്ടല്ല ഒരു നിങ്ങൾക്ക് എല്ലാവർക്കുള്ള സംശയമല്ല ചിലയാൾക്കുള്ള ഒരു സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് എൻ്റെ നാൾ മട്ടന്നൂർ എന്നുള്ള നമ്മളെ വീഡിയോയിലും കാണുന്ന ഒരാൾ വിളിച്ചിട്ട് ചോദിച്ച് എൻ്റെ മോതിരം കുറച്ച് ടൈറ്റായി പോയി, അപ്പോൾ അത് മാറ്റണം, എന്താ വേണ്ടേ വൈചോട്ടെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞ് ടൈറ്റായിട്ടുണ്ടെങ്കിൽ അത് വലുതാക്കുകയോ കൊണ്ട് വലുതാക്കുന്ന കാര്യം അവർക്ക് അറിയില്ല. അവരൊന്ന് വലുതാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ വലുതാക്കാൻ പറ്റും. എങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് വലുതാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ അയച്ചു തരാം, പെട്ടെന്ന് തന്നെ ആക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടും പിന്നെ ഇതുപോലെ അറിയാത്തവർക്കും വേണ്ടിയിട്ട് അത് ഞാൻ ഈ വീഡിയോ ആക്കുന്നത്. നോക്കിയാട്ടെ, ഈ ഒരു മോതിരം കണ്ട, ഇതൊരു കട്ടി മോതിരമാണ്. ഇതിപ്പോൾ നോക്കിയിട്ട് ചെറുതാണ്, എൻ്റെ ഇതേ വിരലിൽ ഇത്രയേ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വലുതാക്കി കാണിച്ചു തരാം. ഇതിൻ്റെ തൂക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തൂക്കം ഒരു മിനിറ്റ്, ഇതാണ്ട 4.40 മില്ലിയാണ് ഇതിൻ്റെ തൂക്കമുള്ളത്. അപ്പോൾ ഇത് വലുതാക്കുമ്പോൾ തൂക്കം കുറയോ ഒന്നുമില്ല, ഇത് കറക്റ്റായിട്ട് വലുതായി കിട്ടും. അതിനോട്ടുള്ളൊരു മിഷനാണ് ഇതാ ഇവിടെ കാണുന്നത്. ഈ ചങ്ങായി കണ്ട, ഇതാണ് ആളെ. ഇതിൻ്റെ അകത്തിട്ടാണ് ഞാൻ ഇത് വലുതാക്കാൻ പോകുന്നത്. മുന്നൊക്കെയുള്ള സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാ മോതിടുമ്പോൾ ഇതിൻ്റെ അടിഭാഗമുണ്ട്, അവിടെ മുട്ടി പരത്തിയിട്ടാണ് തൂക്കം കൂട്ടുക. എന്നിട്ടോ പരത്തിട്ടാകുമ്പോൾ അവിടെ ചെറിയ കലയുണ്ടാവും, അത് വരച്ചു മാറുമ്പോൾ ചെറുകിൻ്റെ സ്വർണ്ണം കുറയാനും വഴിയുണ്ട്. നമ്മളൊരു സുഹൃത്തിൻ്റെ മോനാണ്, ഓരോ വെഡിങ് റിങ് ഇവിടെ തിരക്കുള്ള സമയത്താണ് എന്നോട് വലുതാക്കാൻ വേണ്ടി പറഞ്ഞ്. നമ്മൾ സാധാരണ ചെയ്യും പോലെ, കാരണം ഇങ്ങനെ സിസ്റ്റം എനിക്ക് അറിയില്ലായിരുന്നു. സാധാരണ ചെയ്യും പോലെ തിരക്കിൻ്റെ സമയത്ത് പിന്നെ വന്നായത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. പിന്നെ സുഹൃത്തിൻ്റെ മോനായതുകൊണ്ട് ഞാനെന്ത് ചെയ്ത് നല്ല മുട്ടി വലുതായി കൊടുത്ത്. ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് അവർക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ വെഡിങ് റിംഗ് അല്ലേ നിങ്ങൾ അത് മോശമാക്കിയായിട്ട് തൂക്കം കുറച്ച് നല്ലതായി അവരെ പരാതി. തൂക്കം എന്ന് വെച്ചാൽ ചെറിയ എന്തോ 10 മില്ലിൻ്റെ അത് വ്യത്യാസം വന്നതിന് അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെറിയൊരു കുറയും. പക്ഷേ അത് ആ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ച് വിഷമമായി. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനൊരു സാധനമുള്ളത് അറിയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പണ്ടേ എൻ്റെ ഷോപ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സുഹൃത്തിനെ പണക്കേണ്ട ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാനുള്ള. ഏതായാലും ഞാനിത് വലുതാക്കുന്നത് കാണിച്ചേരാ, കാരണം ഒരു വകയാക്കുന്നത് ഇത് വലുതാക്കുന്നത് അറിയില്ല. മട്ടന്നൂർ നിന്ന് വിളിച്ച കസ്റ്റമർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആക്കുന്നത്. അപ്പോൾ വലുതാക്കുന്നുണ്ട് ആദ്യം ഇത് ഇതിൻ്റെ ഉള്ളിലേക്കും കിട്ടണം കേട്ടോ. അതിൽ ഇടുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഇത് കാണിച്ചുതരാം. ഇതാൻ്റെ വിരലിൻ്റെ ഇവിടം വരെ മാത്രമേ ഇത് പോകുന്നുള്ളൂ. അപ്പോൾ ഇത് വലുതാക്കി കഴിഞ്ഞാലുള്ള റിസൾട്ട് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിടുന്ന് ഇതങ്ങ് പൊന്തിക്കുന്നു. മെല്ലെ പൊന്തിക്കുക. ആ സമയത്ത് ഈ സാധനം ഇങ്ങനെ വികസിച്ച് വരുവേ. ഇതാണ്ട് ഈ കമ്പിയുണ്ട് ഇതിൻ്റെ ഉള്ളത്, അതിങ്ങനെ പൊന്തി വരിക ചെയ്യുക, അറിയാണ്ട് വലുതാവും. ഇത് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കളയും കേട്ടോ. ഏതായാലും നോക്കിക്കും, ഇത് വലുതാവുന്നത് നിങ്ങൾ കണ്ടോ. ഇത് ശരിക്കും ഇവിടെ ഈ മിഷീനിടെ ഫിറ്റ് ചെയ്യേണ്ടതാണ്, ഈ ഗ്ലാസ് മുലായതുകൊണ്ട് ആവുന്നില്ല. കുറേ സൈസായിട്ടുണ്ട്. എൻ്റെ വിരൽ പോവാത്ത സാധനം ഇതാ എൻ്റെ വിരൽ പോയിട്ടുണ്ട്. ഇതിന് നോക്കിയാൽ രൂപത്തിന് മറ്റ് കലയോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പോളിഷ് ചെറുങ്ങനെ ഡിമ്മായി പോയിരുന്നു അല്ലേ. അതിൻ്റെ തിളക്കം കുറച്ച് കുറഞ്ഞു, അത് വിഷയമല്ല. അത് നമുക്ക് ഡ്രം പോളിഷ് ചെയ്തിട്ട് പോളിഷ് ആക്കാവുന്നില്ല. എനിക്കൊന്ന് വികസിക്കുന്ന സമയത്ത് വെളിയുന്ന സമയത്താണെന്ന് തോന്നുന്നു അതിൻ്റെ തിളക്കം കുറച്ച് കുറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇതെനിക്ക് ആദ്യത്തെ അനുഭവമാണ്, കാരണം ഇത് പുതിയ മോതിരം നീട്ടിയുള്ള മോതിരം ചെയ്യുന്നത്, അതുകൊണ്ടാണ് തിളക്കം കുറഞ്ഞത്. അപ്പം കുറേ വലുതാക്കുമ്പോൾ തിളക്കം കുറയാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു പാഠം കൂടി ഇതിനകത്ത് പഠിക്കുക. പക്ഷേ അത് വിഷയമല്ല, നമുക്ക് തിളക്കാക്കാൻ വേണ്ടി പോളിഷ് ചെയ്യുക. ഇനി ഏതായാലും എൻ്റെ തൂക്കം എന്നുള്ളത് നോക്കിയാൽ തൂക്കം കുറയില്ല, ഒന്നുമില്ല. നോക്കിയാൽ 4.30, അത് AC-ൻ്റെ കാറ്റുണ്ടാകുന്നത് 4.30 4.40 അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഉണ്ടാവും. എന്തായാലും ഇതാണ് മോതിരം വലുതാക്കുന്ന സിസ്റ്റം. എന്തായാലും ഇനി മോതിരം ചെറുതായെന്നും പറഞ്ഞിട്ട് പോയിട്ട് മാറ്റണ്ട, ഇതുപോലൊരു സിസ്റ്റം ഉണ്ട്. വേറൊരു കാര്യം, ഇത് ചെറുതാക്കാനും പറ്റുക. ചെറുതാക്കാന്ന് വെച്ചാൽ ഇതുപോലത്തെ റിങ്ങാണ് ചെറുതാക്കാൻ പറ്റുക. ഞാനിതൊരു ചെറുതാക്കിയില്ല. ഏതായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. മോതിരം വലുതാക്കാനും പറ്റും, ചെറുതാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഏതായാലും ചെറുതാക്കാനുള്ളൊരു ശ്രമം നമുക്കൊന്ന് നോക്കാം. ഷബീർ ഒന്ന് വന്നോട്ടെ. ചെറുതാക്കാനുള്ള ഇത് കണ്ട കള്ളി ചെയ്തേ ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പ്രസ് ചെയ്യുക. വേണ്ടേ നോക്കേ, ആക്കി നോക്കാം. ഞാനിതൊരു ആക്കിയില്ലൊരു പരീക്ഷണമാണ്. ചെറുതാവുന്നുണ്ടോ നോക്കട്ടെ. ഓ, ചെറുതാവുന്നുണ്ട് കേട്ടോ, ഇതാ കയറുന്നില്ല. ഏതായാലും ഈ വീഡിയോ കാണിക്കുമ്പോൾ ഇത് എനക്കും ഒരു പാടായി. ഇനി ഇത് കാണുന്ന ജ്വല്ലറിക്കാരുണ്ടെങ്കിൽ അവർക്കൊരു പാടാവട്ടെന്ന് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ വലുതാക്കാനും പറ്റും ചെറുതാക്കാനും പറ്റുന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അടിപൊളി. ഇത് ഉരുണ്ട് വന്നു കേട്ടാ, കുറച്ചൊരു ഹാഫ് റൗണ്ട് പോലെ അതിന്. പക്ഷേ സംഗതി സൈസ് ചെറുതായി, എൻ്റെ കൈക്ക് പോകുന്നില്ല. ആദ്യമുള്ള പോലെ തന്നെ കേട്ടാ, അമർത്തി കയറ്റിയാലും പോകില്ല. അപ്പോൾ നമ്മൾ ചെറുതാക്കലും ഈ മിഷനിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മിഷൻ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ അടുത്താന്ന് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിനെ കൊണ്ട് വലുതാക്കാൻ പറ്റുന്നത് ഞാൻ ഇതുവരെ അറിയുള്ളൂ. ഇത് വാങ്ങുമ്പോൾ ചെറുതാക്കാൻ പറ്റുമെന്നും പറഞ്ഞു, പക്ഷേ ഇപ്പോൾ അത് പരീക്ഷിച്ച് നോക്കുന്നു. അപ്പോൾ ഈ മോതിരം വലുതാക്കാനും ചെറുതാക്കാനും ഉപയോഗപ്രദമായ സാധനമായത്. നിങ്ങളെ മോതിരം ചെറുതായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ മിഷൻ ഉള്ളിടക്ക് പോയിട്ട് മാത്രം ചെയ്യാൻ വേണ്ടി നോക്കുക. പഴയ രീതി പോയി കഴിഞ്ഞാൽ മുട്ടിയിട്ടാണ് വലുതാക്കുക, അപ്പോൾ അതൊരു ഫിനിഷിംഗ് ഉണ്ടാവില്ല. ഇതുപോലത്തെ സ്ഥലത്ത് മാത്രം പോയിട്ട് വലുതാക്കാമെന്ന് എനിക്ക് പറയാനുള്ള. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ജ്വല്ലറിക്കാരുണ്ടെങ്കിൽ നിർബന്ധമായും ജ്വല്ലറിയിലുണ്ടല്ലോ ഇതുപോലത്തെ ഒരു മിഷൻ എന്തായാലും ഒന്ന് വാങ്ങി വെച്ചോ, വളരെ ഉപകാരപ്രദമായിരിക്കുന്ന എനിക്ക് പറയാനുള്ള. ഏതായാലും നമ്മളെ വീഡിയോ കണ്ടവർക്ക് ഇതൊരു ഗുണപ്രദമായി തോന്നുന്നുണ്ടെങ്കിലല്ല
എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അവർക്കൊരു ഗുണമായിട്ടെന്ന് എനിക്ക് പറയാനുള്ള. ഏതായാലും നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.